നമസ്കാരം, എവർക്കും BSc പഠിച്ചിലേക്ക് സ്വാഗതം. സെയിൽസ് അസിസ്റ്റന്റ് തസ്തികയിൽ ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ 5ാം ഭാഗമാണ് ഇന്നത്തേത്. ഇതിൽ നമ്മൾ നോക്കുന്നത് വിപണന മാനേജ്മെൻറ്റ്, റീറ്റെയിൽ പ്രൈസിംഗ്, റീറ്റെയിൽ സ്റ്റോറുകളുടെ സ്ഥാനം, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്നിവയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് റീറ്റെയിൽ സ്റ്റോറുകളുടെ സ്ഥാനം നോക്കാം. ഒരു വ്യാപാരി സ്റ്റോറിനായി സ്ഥലം കണ്ടെത്തുമ്പോൾ പരിഗണിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്നാണ് ഇനി പറയുന്നത്. ജനസംഖ്യ, സാമ്പത്തികം, സാംസ്കാരികം, ആവശ്യകത, മത്സരം, അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു വ്യാപാരി സ്റ്റോറിനായി സ്ഥലം കണ്ടെത്തുമ്പോൾ പരിഗണിക്കുന്ന ഘടകങ്ങളാണ് അവിടുത്തെ ജനസംഖ്യ, സാമ്പത്തിക നില, സാംസ്കാരികം, ആവശ്യകത, മത്സരം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവ. ചില്ലറ വ്യാപാരത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന ഘടകങ്ങളാണ് രാജ്യത്തിൻ്റെ GDP, നിലവിലുള്ള പലിശ നിരക്കുകൾ, തൊഴിൽ നിരക്കുകൾ എന്നിവ. ചില്ലറ വ്യാപാരത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന ഘടകങ്ങളാണ് രാജ്യത്തിൻ്റെ GDP, നിലവിലുള്ള പലിശ നിരക്ക്, തൊഴിൽ നിരക്കുകൾ തുടങ്ങിയവ. നെക്സ്റ്റ്, റീറ്റെയിൽ പ്രൈസിംഗ്. ഒരു ബിസിനസ്സിൽ വിൽപ്പനകളുടെയും സേവനങ്ങളുടെയും വില നിർണ്ണയിക്കുന്ന പ്രക്രിയയ്ക്കാണ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൽ വിൽപ്പനകളുടെയും സേവനങ്ങളുടെയും വില നിർണ്ണയിക്കുന്ന പ്രക്രിയയാണ് പ്രൈസിംഗ്. ഒരു ഉൽപ്പന്നം അന്തിമ ഉപഭോക്താവിന് വിൽക്കുന്ന വിലയാണ് അതിൻ്റെ ചില്ലറ വില അല്ലെങ്കിൽ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. ഒരു വിൽപ്പന്നം അവസാനം ഉപഭോക്താവിൻ്റെ കയ്യിൽ എത്തുമ്പോൾ ഉള്ള വിലയാണ് അതിൻ്റെ ചില്ലറ വില അല്ലെങ്കിൽ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദന ചെലവും അത് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുമ്പോഴുള്ള ചില്ലറ വ്യാപാരികൾ വഹിക്കുന്ന ചെലവുകളുടെയും ആകെ തുകയാണ് ചില്ലറ വില എന്ന് പറയുന്നത്. നമ്മൾ ചില്ലറ വില എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം അന്തിമ ഉപഭോക്താവിന് വിൽക്കുന്ന വിലയാണെന്ന് പറഞ്ഞു. ആ വില എന്നത് ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദന ചെലവും അത് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുമ്പോൾ ചില്ലറ വ്യാപാരികൾ വഹിക്കുന്ന ചെലവുകളുടെയും ആകെ തുകയാണ്. ചില്ലറ വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നിർമ്മാണ ചെലവ്, മുൻകൂട്ടി നിശ്ചയിച്ച ആവശ്യങ്ങൾ, സ്ഥാപനത്തിൻ്റെ ഇമേജ്, ഉൽപ്പന്നത്തിൻ്റെ സ്ഥിതി, പ്രൊമോഷനായി നടത്തിയ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ. ചില്ലറ വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നിർമ്മാണ ചെലവ്, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ആവശ്യങ്ങൾ, സ്ഥാപനത്തിൻ്റെ ഇമേജ്, ഉൽപ്പന്നത്തിൻ്റെ സ്ഥിതി, പ്രൊമോഷനായി നടത്തിയ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ. ഒരു നിർമ്മാതാവ് കണക്കാക്കിയതും ഒരു ഉൽപ്പന്നത്തിന് ഈടാക്കാവുന്നതുമായ ഏറ്റവും ഉയർന്ന വിലയാണ് പരമാവധി ചില്ലറ വില അല്ലെങ്കിൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് MRP. ഒരു നിർമ്മാതാവ് കണക്കാക്കിയതും ഒരു ഉൽപ്പന്നത്തിന് ഈടാക്കാവുന്നതുമായ ഏറ്റവും ഉയർന്ന വിലയാണ് പരമാവധി ചില്ലറ വില അല്ലെങ്കിൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ്. നെക്സ്റ്റ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്. വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒത്തുചേരുകയും ചരക്കുകളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം ഉൾപ്പെടുന്ന ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്ന സ്ഥലമാണ് വിപണി അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒത്തുചേരുകയും ചരക്കുകളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം ഉൾപ്പെടെയുള്ള ഇടപാടുകൾ നടത്തുന്ന സ്ഥലമാണ് വിപണി എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നത്തെയോ സേവനത്തെയോ വാങ്ങൽ അല്ലെങ്കിൽ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് വിപണനം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നത്തെയോ സേവനത്തെയോ വാങ്ങൽ അല്ലെങ്കിൽ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിന് കമ്പനി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് വിപണനം അല്ലെങ്കിൽ മാർക്കറ്റിംഗ്. വാണിജ്യം, വിൽപ്പന, വിതരണം എന്നീ പ്രവർത്തനങ്ങളെല്ലാം കൂടി ഒന്നിച്ചറിയപ്പെടുന്നതാണ് വിപണനം. വാണിജ്യം, വിൽപ്പന, വിതരണം എന്നീ പ്രവർത്തനങ്ങളെല്ലാം ഒന്നിച്ചറിയപ്പെടുന്ന ഇതാണ് വിപണനം. ഒന്നുകൂടെ നോക്കാം. വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒത്തുചേരുകയും ചരക്കുകളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം ഉൾപ്പെടെയുള്ള ഇടപാടുകൾ നടത്തുന്ന സ്ഥലമാണ് വിപണി അല്ലെങ്കിൽ മാർക്കറ്റ്. ഒരു ഉൽപ്പന്നത്തെയോ സേവനത്തെയോ വാങ്ങൽ അല്ലെങ്കിൽ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിന് കമ്പനി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് വിപണനം അല്ലെങ്കിൽ മാർക്കറ്റിംഗ്. വാണിജ്യം, വിൽപ്പന, വിതരണം എന്നീ പ്രവർത്തനങ്ങളെല്ലാം കൂടി ഒന്നിച്ചറിയപ്പെടുന്നതാണ് വിപണനം എന്നത്. ആധുനിക മാർക്കറ്റിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫിലിപ്പ് കോട്ട്ലറാണ്. ആധുനിക മാർക്കറ്റിങ്ങിൻ്റെ പിതാവ് ഫിലിപ്പ് കോട്ട്ലർ. മാർക്കറ്റിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യമാണ് ഉപഭോക്തൃ സംതൃപ്തി. മാർക്കറ്റിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം ഉപഭോക്തൃ സംതൃപ്തി. നെക്സ്റ്റ്, വിപണനത്തിൻ്റെ സവിശേഷതകൾ. ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുക, വിപണന വാഗ്ദാനം സൃഷ്ടിക്കൽ, അതായത് കൃത്യമായ അളവിലും തൂക്കത്തിലും രുചിയിലും നിശ്ചിത വിലയിലുള്ള ഉൽപ്പന്നങ്ങൾ കൃത്യസ്ഥലത്ത് ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്ന പ്രക്രിയയാണ് വിപണന വാഗ്ദാനം സൃഷ്ടിക്കൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത പോയിന്റ്, ഉപഭോക്തൃ മൂല്യം.
ഒരു വിൽപ്പനക്കാരൻ്റെ പ്രധാന പ്രയത്നങ്ങളിൽ ഒന്ന് തൻ്റെ ഉൽപ്പന്നത്തിൻ്റെ മൂല്യവർധന നടത്തുക എന്നാണ്. അതാണ് ഉപഭോക്തൃ മൂല്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത പോയിന്റ്, കൈമാറ്റം ചെയ്യുക. വാങ്ങുന്നവരും വിൽക്കുന്നവരും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് കൈമാറ്റം ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നുകൂടെ നോക്കാം. വിപണനത്തിൻ്റെ സവിശേഷതകളാണ്: ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുക, വിപണന വാഗ്ദാനം സൃഷ്ടിക്കൽ, അതായത് കൃത്യമായ അളവിലും തൂക്കത്തിലും രുചിയിലും നിശ്ചിത വിലയിലുള്ള ഉൽപ്പന്നങ്ങൾ കൃത്യമായ സ്ഥലത്ത് ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്ന പ്രക്രിയ, ഉപഭോക്തൃ മൂല്യം. ഒരു വിൽപ്പനക്കാരന് പ്രധാന പ്രയത്നങ്ങളിൽ ഒന്ന് തൻ്റെ ഉൽപ്പന്നത്തിൻ്റെ മൂല്യവർധന നടത്തുക എന്നതാണ്. കൈമാറ്റം ചെയ്യുക. വാങ്ങുന്നവരും വിൽക്കുന്നവരും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. നെക്സ്റ്റ്, വിപണനത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് കൈമാറ്റ സംവിധാനമാണ്. വിപണനത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് കൈമാറ്റ സംവിധാനമാണ്. കൈമാറ്റ പ്രക്രിയയിൽ കൂടുതൽ സജീവമായി പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിയെയും പറയുന്നത് വിപണനക്കാരൻ അല്ലെങ്കിൽ മാർക്കറ്റർ എന്നാണ്. കൈമാറ്റ പ്രക്രിയയിൽ കൂടുതൽ സജീവമായി പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിയെയും പറയുന്ന പേരാണ് വിപണനക്കാരൻ അല്ലെങ്കിൽ മാർക്കറ്റർ. നെക്സ്റ്റ്, കൈമാറ്റ സംവിധാനത്തിലുള്ള വ്യവസ്ഥകൾ. വാങ്ങുന്നവനും വിൽക്കുന്നവനും ഉൾപ്പെടെ കുറഞ്ഞത് 2 കക്ഷികളെങ്കിലും പങ്കാളിത്തം വേണം. ഓരോ കക്ഷിക്കും മറ്റേയാൾക്ക് മൂല്യവത്തായ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യാൻ കഴിയണം. അതുപോലെ ഓരോ കക്ഷിക്കും ഉൽപ്പന്നമോ സേവനമോ വിതരണം ചെയ്യാനും വാഗ്ദാനം ചെയ്യാനും കഴിവുണ്ടായിരിക്കണം. ഓരോ കക്ഷിക്കും മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാനും തിരസ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. പരസ്പരം ഇടപാടുകൾ നടത്താൻ കക്ഷികൾ തയ്യാറാവണം. ഇതൊക്കെയാണ് കൈമാറ്റ സംവിധാനത്തിലുള്ള വ്യവസ്ഥകൾ. ഒന്നുകൂടി നോക്കാം. കൈമാറ്റ സംവിധാനത്തിലെ വ്യവസ്ഥകളാണ്: വാങ്ങുന്നവനും വിൽക്കുന്നവനും ഉൾപ്പെടെ കുറഞ്ഞത് 2 കക്ഷികളെങ്കിലും പങ്കാളിത്തം വേണം. ഓരോ കക്ഷിക്കും മറ്റേയാൾക്ക് മൂല്യവത്തായ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യാൻ കഴിയണം. ഓരോ കക്ഷിക്കും ഉൽപ്പന്നമോ സേവനമോ വിതരണം ചെയ്യാനും വാഗ്ദാനം ചെയ്യാനും കഴിവുണ്ടായിരിക്കണം. ഓരോ കക്ഷിക്കും മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാനും തിരസ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. പരസ്പരം ഇടപാടുകൾ നടത്താൻ കക്ഷികൾ തയ്യാറാവണം. നെക്സ്റ്റ്, വിപണന മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. വിപണനം ധർമ്മങ്ങളുടെ ഭരണനിർവഹണമാണ് വിപണന മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. വിപണന ധർമ്മങ്ങളുടെ ഭരണനിർവഹണമാണ് വിപണന മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉപഭോക്താക്കളിലേക്ക് സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതുമായ ആസൂത്രണം, മാർഗനിർദ്ദേശം, സംഘാടനം, നിയന്ത്രണം തുടങ്ങിയവ വിപണന മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നു. ഉപഭോക്താക്കളിലേക്ക് സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതുമായ ആസൂത്രണം, മാർഗനിർദ്ദേശം, സംഘാടനം, നിയന്ത്രണം തുടങ്ങിയവ വിപണന മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നു. വിപണന മാനേജർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജറുടെ പ്രാഥമിക ജോലി എന്നത് ഉന്നത മൂല്യമുള്ള ആശയങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ്. വിപണന മാനേജർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജറുടെ പ്രാഥമിക ജോലി എന്നത് ഉന്നത മൂല്യമുള്ള ആശയങ്ങൾ സൃഷ്ടിക്കുകയാണ്. വിപണന മാനേജ്മെൻറ്റിൽ അടങ്ങിയിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്: വിപണന പ്രക്രിയയിൽ ആസൂത്രണം ചെയ്യുക, വിശകലനം ചെയ്യുക, വിപണന പദ്ധതികൾ നടപ്പിലാക്കുക, നിയന്ത്രണ പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയവയാണ്. വിപണന മാനേജർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജറുടെ പ്രാഥമിക ജോലി എന്നത് ഉന്നത മൂല്യമുള്ള ആശയങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ്. വിപണന മാനേജ്മെൻറ്റിൻ്റെ അടങ്ങിയിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്: വിപണന പ്രക്രിയയിൽ ആസൂത്രണം ചെയ്യുക, വിശകലനം ചെയ്യുക, വിപണന പദ്ധതികൾ നടപ്പിലാക്കുക, നിയന്ത്രണ പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയവ. ആധുനിക മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പീറ്റർ എഫ് ഡ്രക്കറാണ്. ആധുനിക മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പീറ്റർ എഫ് ഡ്രക്കർ. അത് പറയുന്നത് വിപണന മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്ന വിവിധ ഘടകങ്ങൾ: ഭൗതിക ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, ആശയങ്ങൾ, വ്യക്തികൾ, സ്ഥലം തുടങ്ങിയവ വിപണന മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഭൗതിക ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ, മോട്ടോർ സൈക്കിൾ, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, പാദരക്ഷകൾ, തുണിത്തരങ്ങൾ, റെഫ്രിജറേറ്റർ തുടങ്ങിയവയാണ് ഭൗതിക ഉൽപ്പന്നങ്ങൾ വരുന്നത്. സേവനങ്ങൾ എന്നാൽ ഇൻഷുറൻസ്, ആരോഗ്യ പരിരക്ഷ, ബിസിനസ്, പുറം കരാറുകൾ, സുരക്ഷാ പദ്ധതികൾ, ഗതാഗതം, സാമ്പത്തിക സേവനങ്ങൾ, കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം, ഓൺലൈൻ വ്യാപാരം തുടങ്ങിയവ. ആശയങ്ങൾ എന്നാൽ പോളിയോ കുത്തിവയ്പ്പ്, കുടുംബസഹായം, കുടുംബാസൂത്രണം, രക്തദാനം, പതാക ദിനത്തിൽ നൽകുന്ന സംഭാവന തുടങ്ങിയവ. വ്യക്തികൾ എന്നാൽ ചില തസ്തികകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ളതാണ് വ്യക്തികൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്ഥലം എന്നാൽ
സ്നേഹനഗരമായ ആഗ്ര, തടാകങ്ങളുടെ നഗരമായ ഉദയ്പൂർ, പൂന്തോട്ട നഗരമായ മൈസൂർ, ഹോളി ദിനത്തിൽ ഒഡീഷ, ശൈത്യകാലത്ത് മൂന്നാർ തുടങ്ങിയ നഗരങ്ങളിലെ ടൂറിസം സാധ്യതകളെ കുറിച്ച് പറയുന്നതാണ് സ്ഥലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ മറ്റു ചില ഘടകങ്ങളാണ് അനുഭവം, സമ്പത്ത്, സംഭവങ്ങൾ, അറിവുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവ. അനുഭവം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇഷ്ടാനുസൃതമാക്കിയ അനുഭവങ്ങൾ. ഉദാഹരണമായി ക്രിക്കറ്റ് കളിക്കാരനോടൊപ്പം ഭക്ഷണം, ഒരു സിനിമാ താരത്തിനൊപ്പം ഉച്ചഭക്ഷണം അല്ലെങ്കിൽ ബലൂൺ റൈഡിംഗ്, പർവ്വതാരോഹണം തുടങ്ങിയവ. സമ്പത്ത് എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് സ്ഥാവര വസ്തുക്കളുടെയും സ്പഷ്ടമല്ലാത്ത സാമ്പത്തിക വസ്തുക്കളുടെയും മേലുള്ള ഉടമസ്ഥത. സംഭവങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് കായിക മത്സരങ്ങൾ, ദീപാവലി മേള, ഫാഷൻ ഷോ, സംഗീത നിശ, ഫിലിം ഫെസ്റ്റിവൽ, ആനയോട്ടം തുടങ്ങിയവ. അറിവുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് പാക്കേജിങ്ങും വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വിപണന വിവരങ്ങൾ, സാങ്കേതിക വിവരങ്ങൾ തുടങ്ങിയവ. സ്ഥാപനങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് സമൂഹത്തിലെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് ഹിന്ദുസ്ഥാൻ ലിവർ, റാൻബാക്സി, ഡാബർ പ്രോഡക്ട്സ് ആൻഡ് ഗാംബിൾ പോലെയുള്ള സ്ഥാപനങ്ങൾ പൊതുജനങ്ങളുമായി ആശയവിനിമയം ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങൾ വിപണനം ചെയ്യാം എന്നുള്ള ഘടകങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഭൗതിക ഉൽപ്പന്നങ്ങൾ, വ്യക്തികൾ, സ്ഥലങ്ങൾ, ആശയങ്ങൾ, അനുഭവങ്ങൾ, സമ്പത്ത്, സംഭവങ്ങൾ, അറിവുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവയെല്ലാം നമുക്ക് വിപണനം ചെയ്യാൻ സാധിക്കും. താങ്ക് യു.